എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. കണ്ടാൽ ഉഴുന്നുവടയുടെ അതേ ഷേപ്പിലാണെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഉഴുന്നിൻ്റെയോ പരിപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വട വളരെ ക്രിസ്പിയാണ്. ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടാണുള്ളത്. ഇത് നല്ല കോമ്പിനേഷനായിട്ട് തേങ്ങാ ചട്നി അതുപോലെ സാമ്പാർ ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ വട മാത്രം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ഈ വട തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് അധികം പുളിക്കാത്ത തൈര്, ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വടയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അവിടെ ഇരിക്കട്ടെ. ഇത് മാത്രം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കാരണം ഇത് അല്ലെങ്കിൽ കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും വറുക്കാത്ത അരിപ്പൊടി എടുക്കുന്നതാണ് ഇതിന് നല്ലത്. ഇനി ഇല്ല എന്നാണെങ്കിൽ വറുത്തത് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വറുക്കാത്തത് എടുത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പച്ചരിപ്പൊടി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടിയപ്പത്തിനും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പച്ചരി കഴുകി പൊടിച്ചിട്ടുള്ള പൊടിയാണിത്. ഇതുപോലെ ഇത്തിരി ഒന്ന് കട്ടിയായി വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. ഇനിയും കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് തണുത്തതിന് ശേഷം വേണം നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ മാവ് തണുത്തതിന് ശേഷം ഇത്തിരി പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള അതുപോലെ മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പെരുംജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ വടയ്ക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് വടയുടെ ഷേപ്പിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റണം. അതിനായിട്ട് നമ്മൾ കയ്യിലേക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഇതുപോലൊന്ന് ദ്വാരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ ആ ഒരു വിരലിലേക്ക് ഇത്തിരി ഒന്ന് വെള്ളമോ അതുപോലെ എണ്ണയോ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ദ്വാരം ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ വടയുടെ ഷേപ്പിലേക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇത്തിരി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വടയുടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ.
ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വട റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉഴുന്നോ പരിപ്പോ ഒന്നുമില്ലാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് തയ്യാറായിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള വട തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വടയും പരിപ്പ് വടയും ഒക്കെ കഴിക്കും പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. Thank you.